സ്വർണത്തിന് പൊന്നും വിലയുള്ള കാലമാണ്. കോഴിക്കോട് ബേപ്പൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് 36 പവൻ മോഷ്ടിച്ച യുവതി മുംബൈയിൽ പിടിയിലായിരിക്കുന്നു. ആന്ധ്ര വിജയവാഡ സ്വദേശിയായ തോട്ട ബാനു സൗജന്യയാണ് പിടിയിലായത്. സ്വർണ്ണ മോഷണത്തിന് ശേഷം ഇവർ താൻസാനിയയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ജൂലൈ 13 ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ രണ്ടുപേരും ഗായത്രിയും അതുപോലെ തന്നെ സൗജന്യയും ബംഗളൂരുവിലെ ഒരു കോളേജിൽ ഒരുമിച്ച് PG കോഴ്സ് ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് ഗായത്രിയുടെ ബേപ്പൂരിലെ വീട്ടിലേക്ക് സൗജന്യ താമസിക്കാനായി എത്തുന്നത്. ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. അങ്ങനെ 3 ദിവസം ഈ ബേപ്പൂരിലെ വീട്ടിൽ സൗജന്യം താമസിക്കുന്നു. അതിനുശേഷം 3ാമത്തെ ദിവസം വീട്ടിൽ നിന്നും പോവുകയാണ് ഉണ്ടായത്. നാട്ടിലേക്കാണെന്ന് പറഞ്ഞായിരുന്നു പോയത്. അതിന് ശേഷമാണ് വീട്ടുകാർ വീട്ടിൽ നോക്കിയ സമയത്ത് ഈ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതായി മനസ്സിലാകുന്നു. 33 പവൻ സ്വർണ്ണാഭരണമാണ് നഷ്ടമായത്. ഉടൻ തന്നെ ബേപ്പൂർ പോലീസിൽ പരാതി നൽകി. അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങി. സ്വാഭാവികമായിട്ടും ഈ സംശയം എത്തിച്ചേർന്നത് സൗജന്യയിലേക്ക് തന്നെയായിരുന്നു. അങ്ങനെ സൗജന്യം തേടി പോലീസ് സംഘം ബംഗളൂരുവിലെ ഈ കോളേജിലെത്തിയപ്പോൾ കോളേജ് അധികൃതരോട് സൗജന്യം പറഞ്ഞിരുന്നത് തനിക്ക് ആർമിയിൽ ജോലി കിട്ടിയിരിക്കുന്നു, ഗുജറാത്തിലാണ് ജോലി, അതുകൊണ്ട് താൻ കോഴ്സ് ഉപേക്ഷിച്ച് പോവുകയാണ് എന്നായിരുന്നു ഈ കോളേജ് അധികൃതരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പോലീസിന് കാര്യങ്ങൾ വ്യക്തമായി. ഈ മോഷണം നടത്തിയത് ഈ സൗജന്യം തന്നെയാണെന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു. അതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ യുവതി ഈ ലഭിച്ചിരിക്കുന്ന സ്വർണം അതിൽ ഒരു ഭാഗം വിറ്റതിന് ശേഷം താൻസാനിയയിൽ ഈ യുവതിക്ക് ഒരു ബന്ധു ഉണ്ടായിരുന്നു. അങ്ങനെ താൻസാനിയയിലെ ബന്ധുവിന്റെ അടുത്തേക്ക് പോയി എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതിനുശേഷമാണ് ഇവർ വീണ്ടും തിരിച്ച് ഗുജറാത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം പോലീസിന് അറിയാൻ കഴിയുന്നത്. അങ്ങനെ പോലീസ് ഗുജറാത്തിലേക്കും മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും ഇവരെ തിരഞ്ഞുപോയി. അതിനിടയിൽ ഗുജറാത്തിലെത്തിയ ഈ യുവതി അവരുടെ സഹോദരിക്കൊപ്പമാണ് മുംബൈയിൽ താമസിച്ചിരുന്നത്. അവിടെ നിന്നും പിന്നീട് ഹൈദരാബാദിലേക്ക് പോകാനുള്ള ശ്രമമായിരുന്നു. അതിനിടയിലാണ് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഈ ഫറോക്ക് ക്രൈം സ്ക്വാഡും അതുപോലെ തന്നെ ബേപ്പൂർ പോലീസും ചേർന്ന് യുവതിയെ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. നാളെ യുവതിയെ കോഴിക്കോട് എത്തിക്കും.